ഹായ് മക്കളെ, IOQM റിലേറ്റഡ് ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് IOQMൻ്റെ സിലബസ് ആണ്. സിലബസ് നോക്കുന്നതിന് മുന്നേ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാത്സിൽ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുക. അതായത് എക്സസൈസസ് ആൻഡ് പ്രോബ്ലംസ് എന്ന് പറയാം. അതായത് നമ്മൾ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത്, അതായത് സ്കൂൾ ലെവലിലൊക്കെ പഠിക്കുകയാണെങ്കിൽ അതിപ്പോൾ +2 വരെയുള്ള ടോപ്പിക്കൊക്കെ നോക്കുകയാണെങ്കിലും അവിടെ ഡീൽ ചെയ്യുന്നത് എക്സസൈസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ലെങ്തി ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റിൽ അതെന്താണ്, എക്സസൈസസ് ആണ്. അതായത് എക്സസൈസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ അതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടെക്നിക്കായിരിക്കും, എന്നാലും എന്താണ്, ആ ടെക്നിക്കും കാര്യങ്ങളും കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്തു പോകാൻ പറ്റിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ IOQM പോലത്തെ എൻട്രൻസ് എക്സാമിൽ നമ്മൾ മോർ ദാൻ ഒരു ബൈ ഹാർട്ട് ഒരു ടെക്നിക്ക് പഠിക്കുക എന്നുള്ളതിനേക്കാളും അപ്പുറം നമ്മൾ എന്താണ്, തിങ്കിങ് എബിലിറ്റിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതായത് പ്രോബ്ലംസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മാത്തമാറ്റിക്കലി നമുക്ക് എത്രമാത്രം നന്നായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കപ്പാസിറ്റി, അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സിലബസിലേക്ക് നോക്കുന്ന സമയത്ത് മെയിനായിട്ട് 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ്, 5 ടൈപ്പ് ഓഫ് ടോപ്പിക്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ബേസിക് മാത്തമാറ്റിക്സ് ഉണ്ട്, നമ്പർ തിയറി ഉണ്ട്, ആൾജിബ്ര, ജോമെട്രി ആൻഡ് കോമ്പിനേറ്റോറിക്സ്. ഇതിൽ ബേസിക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ കോറാണ്. അതായത് ഇതിലുള്ള ബേസിക് മാത്തമാറ്റിക്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് ഇൻറ്റീജേഴ്സ്, നമ്പേഴ്സ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അതിൻ്റെ ഇനീക്വാലിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലോഗരിതംസ്, മോഡുലസ് കൺസെപ്റ്റ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എവിടെ ഡീൽ ചെയ്യുന്നത്, നമ്പർ സിസ്റ്റത്തിൽ. പൊതുവേ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവാണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇൻ ടേംസ് ഓഫ് ഫൗണ്ടേഷൻ. കാരണം ഇതിൽ നിന്നുള്ള ഐഡിയ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ചാപ്റ്ററിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ആ ഒരു ടേംസിൽ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കൂടാതെ നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ +1 +2 എത്തി എൻട്രൻസ് ഒക്കെ എഴുതുന്ന സമയത്ത്, അതായത് JEE പോലത്തെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് ഇനീക്വാലിറ്റീസ് ആയിക്കോട്ടെ, ലോഗരിതം ആയിക്കോട്ടെ, മോഡുലസ് കൺസെപ്റ്റ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ, അവിടെയൊക്കെ ഇത് മെയിനായിട്ട് JEE പോലത്തെ എക്സാംസിലൊക്കെ മെയിനായിട്ട് വരുന്ന ടോപ്പിക് തന്നെയാണ് ഈ ടോപ്പിക്സ് ഒക്കെ. ഓക്കെ, പിന്നെ അടുത്ത ടോപ്പിക്കാണ് ഏത്, നമ്പർ തിയറി. IOQM എക്സാംസിൽ മെയിനായിട്ട് 2 ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്പർ തിയറി, പിന്നെ അതേപോലെ ജോമെട്രി എന്ന് പറയും. നമ്പർ തിയറി അത്യാവശ്യം പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ നോക്കുന്ന സമയത്ത് പ്രൈം നമ്പേഴ്സ് പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ മോഡുലർ ആൻഡ് ഡൈഫോംറ്റൈൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, ബേസിസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് പ്രൈം നമ്പേഴ്സിൽ എത്രയും ടോപ്പിക്സ് ആണ്, പ്രൈം ഫാക്ടറൈസേഷൻ, പ്രൈം കൗണ്ടിങ് ഫംഗ്ഷൻസ്, സീവ്സ് മെത്തേഡ്, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് പ്രൈംസ്, പിന്നെ ഡിവിസിബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതൊക്കെ പിന്നെ മോഡുലർ ഫംഗ്ഷൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, കോൺഗ്രുവൻസസ് നോക്കാണ്ടാവും, റെസിഡ്യൂസ് നോക്കാണ്ടാവും, ചൈനീസ് റിമൈൻഡർ തിയറം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ ബേസിസ് ആൻഡ് ഫംഗ്ഷൻസ്, നമ്പേഴ്സിന്റെ ബേസിസ്, ഇത് ഉപയോഗിച്ച് നമ്പേഴ്സിന്റെ ബേസിസ് എങ്ങനെ ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള, അതായത് ഒരു നമ്പർ ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്ക് ആക്കുക, ഒക്ടലിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക്, ഇങ്ങനെ കൺവേർഷനും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ അതെന്താണ്, അതേസമയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ഇത് നമ്പർ തിയറിയിലെ ഈ ബേസിസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അരിത്തമെറ്റിക് ഫംഗ്ഷൻസ് ഉണ്ട്, അതേപോലെയുള്ള കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക് നമ്പർ തിയറിയിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് ആൾജിബ്ര വളരെയധികം എന്താണ്, കുട്ടികളെ ചില സമയത്ത് ബുദ്ധിമുട്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്നൊരു ടോപ്പിക്കാണ് ആൾജിബ്ര എന്ന് പറയുന്നത്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പഠിക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ടോപ്പിക് കൂടിയാണ്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ആൾജിബ്ര മാനിപ്പുലേഷൻ, അതായത് ഒരു ആൾജിബ്രിക് ഫംഗ്ഷൻ തന്നിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻസ്, റൂട്ട്സ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള മെത്തേഡ്സ്, ഫാക്ടറൈസേഷൻ പഠിക്കാണ്ട്, ആൾജിബ്രിക് ഇക്വേഷൻസ് പഠിക്കാണ്ട്, പോളിനോമിയൽ ഇക്വേഷൻസ്, ബൈനോമിയൽ തിയറം ആൻഡ് കോമ്പിനേറ്റോറിയൽ ഐഡന്റിറ്റീസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ആൾജിബ്രയിലെ ഫൗണ്ടേഷൻസിൽ നമുക്ക് നോക്കാനുള്ളത്. പിന്നെ ഇനീക്വാലിറ്റീസ് ആൻഡ് കോംപ്ലക്സ്, ഇനീക്വാലിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാവുന്ന, പക്ഷേ എന്താണ്, അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്ക്, ഇനീക്വാലിറ്റീസിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് നോക്കാണ്ട്, പോളിനോമിയൽസ് നോക്കാണ്ട്, സീക്വൻസ് ആൻഡ് സീരീസ്, ഫംഗ്ഷണൽ ഇക്വേഷൻസ്. ഇപ്പോൾ ഈ സീക്വൻസ് ആൻഡ് സീരീസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് എന്ത്, ഇപ്പം വലിയ ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത്, അവിടെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് അവിടെ ആണെങ്കിലും എന്താണ്, വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ ടോപ്പിക്സ്, സീക്വൻസ് ആൻഡ് സീരീസിലെ ഈ ടോപ്പിക്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ അത്രയാണ് ആൾജിബ്രയിൽ പറയാനുള്ളത്. ഇനി അടുത്തതാണ് ഇത് ജോമെട്രി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വെയിറ്റേജ് ഉള്ളത്, അതായത് നമ്പർ തിയറി പോലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇത് ജോമെട്രി എന്ന് പറയുന്നത്. ജോമെട്രിയിൽ ടോപ്പിക്സ് എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട്. യൂക്ലിഡ് ജോമെട്രി, ജോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ് പഠിക്കാണ്ട്, ഈ യൂക്ലിഡിയൻ ജോമെട്രി എന്ന് പറയുമ്പോൾ പോയിന്റ്സ്, ലൈൻസ്, പ്ലെയിൻസ്, അതായത് 2 ഡയമെൻഷണൽ 3 ഡയമെൻഷണൽ അങ്ങനെയുള്ള കേസസിൽ അവിടെ സംഭവിക്കുന്ന ലൈൻസിൻ്റെയും പ്ലെയിൻസിൻ്റെയൊക്കെ ഇക്വേഷൻസ്, കോൺഗ്രുവൻസ് ആൻഡ് സിമിലാരിറ്റി, കോഡിലാറ്ററൽസ്, സർക്കിൾസ്, പോളിഗൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ അത് കൂടാതെ കോർഡിനേറ്റ്
ആൻഡ് ട്രിഗ്നോമെട്രി. കോർഡിനേറ്റ് ആൻഡ് ട്രിഗ്നോമെട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കോർഡിനേറ്റ് ജോമെട്രിയിൽ ഡിസ്റ്റൻസ് ഫോർമുല, സ്ലോപ്പ് ആൻഡ് ഇക്വേഷൻസ് ഓഫ് ലൈൻ, മിഡ് പോയിന്റ് ഫോർമുല, കോണിക് സെക്ഷൻ, ട്രിഗ്നോമെട്രി, സൈൻ, കൊസൈൻ, ടാൻജന്റ്, ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ്, അപ്ലിക്കേഷൻസ് ഇൻ ജോമെട്രി. ഇത്രയും ടോപ്പിക്കാണ് ഇവിടെ നോക്കാനുള്ളത്. പിന്നെ അത് കൂടാതെ നോക്കുകയാണെങ്കിൽ കോമ്പിനറ്റോറിക്സിൽ അത്യാവശ്യം എന്താണ് പഠിക്കാനുള്ള ടോപ്പിക് തന്നെയാണ് കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ്. കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അഡീഷൻ പ്രിൻസിപ്പിൾ പഠിക്കാണ്ട്, മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ, ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പഠിക്കാണ്ട്, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് കോമ്പിനറ്റോറിയൽ തിയറി, ഗ്രാഫ് തിയറി, കോമ്പിനറ്റോറിയൽ ജോമെട്രി, ജനറേറ്റീവ് ഫംഗ്ഷൻ, അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഇത്രയും ടോപ്പിക്കാണ് മെയിനായിട്ട് നമുക്ക്, അതായത് 5 ടോപ്പിക് പറഞ്ഞു, അതിൻ്റെ സബ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും ടോപ്പിക്സാണ് അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ടോപ്പിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പഠിച്ച ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണം. ഒരു പ്രോബ്ലം, കാണാത്തൊരു പ്രോബ്ലം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് ചെയ്യാൻ പറ്റണം. അതെങ്ങനെ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്ന് ഇരിക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് അതിലേക്ക് ആൻസർ നോക്കാതെ നമ്മളൊന്ന് ഒറ്റയ്ക്ക് ട്രൈ ചെയ്യാൻ നോക്കാം. പറഞ്ഞു മനസ്സിലായോ? നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം, ഇപ്പോൾ ചിലപ്പോൾ ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ബേസിക്കായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തുള്ള തിയറി ഐഡിയ എന്താണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊന്ന് ഒറ്റയ്ക്ക്, അതായത് എവിടെയും ആൻസേഴ്സ് ഒന്നും നോക്കാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അതാണ് തിങ്കിങ് എബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു എക്സാമിൽ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അത്രയാണ് ഈ ഒരു ടോപ്പിക്കിലത്തെ ടോപ്പിക്സിൻ്റെ മെയിനായിട്ടുള്ളൊരു 5 കോർ ടോപ്പിക്കാണ്. അതിൽ മെയിനായിട്ടുള്ള ടോപ്പിക്കാണ് നമ്പർ തിയറി, പിന്നെ ജോമെട്രി, പിന്നെയുള്ള സബ് ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ പറയാനുള്ളത്, ഇങ്ങനെയുള്ള എക്സാംസിനൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം പല കുട്ടികളും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും, പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം മെയിനായിട്ട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു പെയിൻ പോയിന്റ് ആണെന്ന് പറയുന്നത്, നല്ല രീതിയിൽ, അതായത് ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ എവിടുന്ന് തുടങ്ങണം, അല്ലെങ്കിൽ ശരിക്കും ബേസിക്സ് അറിയുന്നില്ല, ശരിയല്ലേ? പലപ്പോഴും ബേസിക്സ് അറിയാത്തതുകൊണ്ടാണ് മാത്തമാറ്റിക്സ് ഒക്കെ എന്തായിട്ട് വരുന്നത്, ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു പെയിൻ പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ കംപ്ലീറ്റ്ലി പരിഹരിക്കുന്ന രീതിയിൽ നമ്മളൊരു മാത്തമാറ്റിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, XNY കണ്ടക്ട് ചെയ്യുന്നൊരു മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ കോഴ്സാണ്. മാത്തമാറ്റിക്സ് മാത്രമല്ല, എല്ലാ സബ്ജക്ട്സും ഉണ്ട്. ജൂൺ 30 മുന്നേ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മാത്സിൻ്റെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് 2,999 ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്, അതായത് ബേസിക്സ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ഈ ഒരു കോഴ്സിൽ XNY ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങളിപ്പോൾ എൻറോൾ ചെയ്യുകയാണെങ്കിൽ ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളിപ്പോൾ ഏത് ക്ലാസ്സിലായിക്കോട്ടെ, 6th മുതൽ 10th വരെയുള്ള ഏത് ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് തരും, റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് തരും. അതായത് ആ ഒരു ടോപ്പിക്കിൽ, ഇപ്പോൾ ഏതൊരു ടോപ്പിക്ക് എന്നല്ല, ആ ഒരു ഇയറിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട എല്ലാ ടോപ്പിക്സും അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് ഫൗണ്ടേഷൻ സെറ്റാക്കുന്നത്. നിങ്ങൾ ഏത് എൻട്രൻസ് എക്സാം ആയിക്കോട്ടെ അതിനൊക്കെ പഠിക്കുകയാണെങ്കിലും, പഠിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലും അതിനൊക്കെ നല്ല ഫൗണ്ടേഷൻ വേണം. ആ ഫൗണ്ടേഷൻ സെറ്റാക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാണ്. പിന്നെ അതിൽ ക്ലാസ്സസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള, അതായത് പ്രീമിയർ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. അതായത് IIT NIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നിട്ട് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾ ക്ലാസ് എടുക്കുക. പിന്നെ അതിൽ കാര്യം പറയുകയാണെങ്കിൽ 12,000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചെയ്യാൻ വേണ്ടി തരും. പിന്നെ ലൈവ് മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പല ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. ഒരുപാട് കുട്ടികൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. ഇനി ജൂൺ 30 വരെയുള്ള അഡ്മിഷൻ്റെ ഡേറ്റ്, അത് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഓക്കെ, താങ്ക് യു.